ഹെയർ ആസ്വദിക്കട്ടെ. കുറേ എൻ്റെ ഹെയർ ഞാൻ നേരത്തെ കാണാറേയില്ല. കൊള്ളാമോ? എൻ്റെ ഹെയർ കാണുന്നവരല്ലേ കാണുന്നുള്ളൂ, ഞാൻ കാണുന്നില്ലല്ലോ. എൻ്റെ ഹെയർ ബാക്കിൽ കിടക്കുന്ന ഹെയർ ഞാൻ എങ്ങനെ കാണും? പിന്നെ ഈ സൈഡിലൊക്കെ ഇടുമ്പോഴല്ലേ ഞാൻ അറിയുന്നുള്ളൂ എൻ്റെ ഹെയർ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ എന്ന്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നോക്കണം എൻ്റെ ഹെയർ എത്രയുണ്ടാകും. എന്നാലും എന്നോട് പറഞ്ഞില്ലേ ഷീൻ ബേക്കറിയിൽ കണ്ട് കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞില്ലേ. ഞാനതാ വരുന്നുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. പിന്നെ എടാ റോബിന്, ഞാനൊന്ന് ലൈൻ അടിച്ച് നോക്കട്ടെ. ലൈൻ അടിക്കാൻ അറിയാമെന്ന് എനിക്കൊന്ന് നോക്കണമല്ല. പിന്നെ ഇന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെ നോക്കട്ടെ, അവന് പ്രപ്പോസ് ചെയ്യാൻ അറിയാൻ പറ്റുമെന്ന് നോക്കട്ടെ. പ്രപ്പോസ് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരൊറ്റയടി. ഇങ്ങനെയാണ് അവിടെ പ്രപ്പോസ് ചെയ്യുന്നത്. നേരെ പ്രപ്പോസ് ചെയ്യടാന്ന് പറയും. പ്രപ്പോസ് ചെയ്യുന്നവരെ അവനാണ് ഞാൻ അടി കൊടുത്തിക്കും. അവന് പ്രപ്പോസ് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും. നേരെ ലവ് ലെറ്റർ എഴുതാൻ അറിയാത്ത ചേക്കന്മാരാണ് നമ്മളെ ഇടയിലുള്ളത്. എനിക്കവിടെ ഇതുണ്ടായിരുന്നു, എനിക്ക് മാർക്ക് കിട്ടേണ്ടതാണ്, എനിക്ക് പ്രൈസ് കിട്ടേണ്ട സ്ഥലത്താണ് അവന്മാർ ഒറ്റയാണ് ലവ് ലെറ്റർ തന്നില്ല. എനിക്ക് സമയം ഉണ്ടായില്ല, എനിക്ക് പ്രൈസ് കിട്ടിയാണ്. ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പോൾ അവന്മാർ ഒലക്ക ലവ് ലെറ്റർ എഴുതി തരുന്നു. എന്തിനു കൊള്ളാം? പണ്ടത്തെ ONV കുറുപ്പും അവരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. എത്ര ലവ് ലെറ്റർ എഴുതിയാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ ബഷീർ സാറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിനും ലവും ഇല്ല, ലെറ്ററും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. എനിക്ക് നല്ല നല്ല വരികൾ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പം മറന്നുപോയടാ എല്ലാ കാര്യങ്ങളും. എന്താണ് ഓർത്തിരുന്നത് വീട്ടിലെത്തിയപ്പം? എങ്ങനെയൊക്കെ ലവ് ലെറ്ററല്ല, ഉമ്മാരെയൊക്കെ കാലവാരി നിലത്തടിക്കണം, ഇത് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. ഒറ്റ എണ്ണത്തിന് ലവ് ലെറ്റർ എഴുതാൻ അറിയില്ല എന്ന് അതോടുകൂടി മനസ്സിലായി. ഒന്നേ അറിയാവൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ലവ് യു ലവ് യു ലവ് യു. ഇതല്ലാണ്ട് ഒരു മാങ്ങാത്തുള്ളി ഒരുത്തനും അറിയില്ല. എനിക്ക് നല്ല വരികൾ അറിയും. എന്നെങ്കിലും ഞാൻ ആയിരിക്കും എഴുതി കാണിക്കുക, നോക്കിക്കാം. ഞാൻ വേറെ മാലയൊന്നും ഇട്ടിട്ടില്ല, ഈ കുരിശ് മാത്രമേ ഉള്ളൂ. ഷീൻ ബേക്കറിയിൽ ഞാൻ വരും. എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ 2 ചായ കുടിക്കാൻ വരും. അവിടെ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അവനെ ഇവിടെ വന്നിട്ട് പബ്ലിക്കായിട്ട് തെറി വിളിക്കും. അവൻ്റെ പേരെന്താടാ? പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനിതാ വരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, അവളില്ല. ഞാൻ സിംഗിളായിട്ടാണ് വരുന്നത്. അവൻ പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ചൊവ്വേ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ ഓരോ അടിയാണ്. ഠിം എടാ നേരെ ചൊവ്വേ പ്രപ്പോസ് ചെയ്യടാ. അപ്പോൾ അവൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വീണ്ടും ഒരു അടി കൊടുക്കണം. ഇങ്ങനെയാടാ പ്രപ്പോസ് ചെയ്യുന്നത്, മര്യാദയ്ക്ക് നേരെ പ്രപ്പോസ് ചെയ്യടാന്ന് പറയും. അങ്ങനെ ഓരോ അടി കൊടുക്കും. ചേട്ടാ നേരെ ചൊവ്വേ പ്രപ്പോസ്. ഇന്ന് അവൻ പ്രപ്പോസിൽ പഠിക്കും. പേടിക്കണടാ, ഞാൻ അടിക്കുകയൊന്നുമില്ലടാ. ഞാൻ അങ്ങനെ ഭയങ്കരിയൊന്നും അല്ലടാ, സത്യമായിട്ടും ഭയങ്കരിയൊന്നുമില്ല. ഞാൻ വയലൻ്റ് ആകുമ്പോൾ നീ എനിക്കൊരു ചായ ഇട്ട് തന്നാൽ മതി, അപ്പം ഞാൻ സൈലൻ്റ് ആവും. എനിക്കൊരു എഗ് പപ്സും എനിക്കൊരു കോഫി മാത്രം തന്നാൽ മതിയിടാ. അപ്പം ഞാൻ വരുന്നുണ്ട്. ഞാൻ കണ്ണൂർ വരും കേട്ടോ. ഒരു 1 അവറിനുള്ളിൽ വരും. വന്നിട്ട് ഷീനിൽ കയറിയിട്ടേ പോവുള്ളൂ. നീ അങ്ങനെ അറിയൂടാ ഞാൻ വരുന്ന കാര്യം. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മോഹൻലാലിൻ്റെ മൂവിയിൽ അത് ആരെഴുതുന്നേടാ? അയാളാണ് എല്ലാവരും ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത്. അവസാനം കൊണ്ട് എല്ലാം വിടും. എടാ റോബിനെ, നീ എവിടെ നിന്ന് സഹിക്കിട്ട കുറച്ച്. ഞാൻ എങ്ങനെയാണ് ഈ ഞാൻ പ്രേമിച്ചിട്ടില്ലടാ, ഒന്ന് പ്രേമിച്ച് നോക്കട്ടെടാ, എനിക്ക് പ്രേമിക്കാൻ അറിയാമെന്ന്. നിശാന്തേ, പിന്നെ നിനക്ക് മഞ്ഞക്കാർഡ് ഉണ്ടല്ലോ അല്ലേ, കയ്യിലിരിപ്പുണ്ടല്ലോ അല്ലേ? നമുക്ക് പച്ചക്കാർഡ് വാങ്ങണം. എനിക്ക് ഈ കാർഡിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്, പച്ചക്കാർഡിൻ്റെ ഓർക്കുമ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് ഈ ലവിൻ്റെ കാര്യമൊക്കെ പേടിയാവുന്നത്. പിന്നെ ഇന്നലെ വേറെന്തോ ഓർത്ത് പറയണമല്ലോ എന്ന് വിചാരിച്ചു ലൈവിൽ. ആരോ ചോദിച്ചു എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, എന്തുകൊണ്ട് പിന്നെ പേടിക്കുന്നതെന്നൊക്കെ. എന്താണെന്നറിയില്ല കേട്ടാ. പിന്നെ എനിക്കെന്തോ ഭയങ്കര പേടിയാട്ടാ, മരണ പേടിയാട്ടാ. എന്തോ ഒരു പേടിയുണ്ട് മനസ്സിൽ. എന്താണെന്നൊന്നും എനിക്കും അറിയില്ല. പിന്നീടല്ല മറ്റേതൊരാളെയല്ലേ പ്രേമിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ, എല്ലാവരോടും ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതിന് സുഖം വേറെ തന്നെയാട്ടെ. അങ്ങനെ തിളയ്ക്കുന്ന ഞാൻ ആരെയും കാണുന്നില്ല. ഒള്ളി മെസ്സേജ് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ എല്ലാവരോടും മിണ്ടിക്കൊണ്ടിരിക്കും. ഭയങ്കര സുഖമാട്ടാ. ഒരാളാകുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, ഒരാഴ്ചയൊക്കെ കേട്ടിരിക്കും. അത് കഴിയുമ്പോൾ എൻ്റെ വായിൽ മറ്റേ സെല്ലോ ടോപ്പല്ലേ വെച്ച് കവർ ചെയ്യും ചേട്ടാ. എനിക്ക് ഉറപ്പാട്ടാ, സത്യമായിട്ടും ഉറപ്പാട്ടാ. ഞാൻ അതുകൊണ്ട് എല്ലായിടം നടന്ന് പഠിക്കുന്നത്. എല്ലാവരും എൻ്റെ കത്തി കേട്ട് മടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു ക്ലാസ്സിലുണ്ടല്ലോ ഞാൻ അങ്ങനെ ചെന്ന പാടെ ഒരൊറ്റ ഉറക്കമാണ്. ഇന്നലെ അവൻ്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, പിന്നെ അവൾ വരുന്നതേ ഉറങ്ങാനാണ് അവിടെ എന്ന്. കുറച്ച് കഴിയുമ്പോൾ തനിയെ ഉറക്കം വരും ചേട്ടാ. ആ സബ്ജക്റ്റ് ഒന്നും ദഹിക്കാൻ പറ്റാത്ത സബ്ജക്റ്റാണ്. അതിൻ്റെ എക്സാമാണ് ഇനിയിപ്പോൾ ഉടനെ ഉണ്ടാവും.
പക്ഷെങ്കിൽ ഞാൻ ബുക്ക് നോക്കി പഠിക്കും. ബുക്ക് നോക്കി ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ, വായിച്ച് പഠിക്കണം. ഇങ്ങനെ തലയിൽ കയറ്റണം. ഒരു വെളുപ്പാങ്കാലം വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഒറ്റ കിടത്താണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെന്നെ അടിച്ച് നീ എപ്പോഴാണ് എണീക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ചയൊക്കെ ഞാൻ ലീവ് എടുത്തിട്ട് 10-10:30 വരെ കിടന്നുറങ്ങും. 5 മണിക്കൂർ 5 മണിക്കൂറൊക്കെ മതി. 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. ഇനിയിപ്പോൾ ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇരുന്നുറങ്ങും. അപ്പം 1 മണിക്കൂറല്ലേ, അപ്പോൾ 6 മണിക്കൂറായേ, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉറങ്ങും. അപ്പോൾ 7 മണിക്കൂറായേ. അങ്ങനെയൊക്കെ എൻ്റെ ഉറക്കം കിട്ടും ചേട്ടാ. ഞാൻ ചൂയിങ്കം വാങ്ങി വയ്ക്കും. എന്നാൽ ശരി കേട്ടാ, ഞാൻ പോട്ടേടാ. കാരണം ഇടാന്ന് വിളിക്കുമ്പോൾ ഇടികൾ കുറവാണതിൽ. പിന്നെ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ലൈൻ അടിക്കാറുണ്ടോ? നിങ്ങളൊക്കെ ലൈൻ അടിക്കണം വയസ്സാകാലത്ത് കേട്ടോ. അടുത്തുള്ള ചേട്ടന്മാരെ കാണുമ്പോൾ ലവ് യു ചേട്ടാ എന്ന് പറയണം. അടുത്തുള്ള പറയണ്ട കേട്ടോ, കുറച്ച് ദൂരത്തിലുള്ളവന്മാരെ കാണാൻ പറഞ്ഞു. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇനി കുറച്ച് ദിവസം കൂടെയൊക്കെ ഉള്ളൂ. ഒരു 10-80 വയസ്സായവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ലവ് യു ചേട്ടാ എന്നൊക്കെ പറയണം. എന്താണെന്നറിയാമല്ലോ ഒരു രസം. ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് വരണം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് വിളിച്ച് തെറി വിളിക്കണം. പോടാ എപ്പടി ഇருக்கு. ദൈവമേ, ഞാനീ വഴിതെറ്റി എല്ലാത്തിനെയും കൂടെ വഴിതെറ്റിപ്പിക്കുമെന്ന് അറിയില്ല ഞാൻ. ഇതിൻ്റെ പേരിൽ പൊങ്കാല ഇടരുത്. എല്ലാം ഫണ്ണാണ് ഇട്ടാ. തമാശയ്ക്ക് ഞാൻ ഇതിനും അതിനപ്പുറവും പറയും. പിന്നെ എൻ്റെ വല്യമ്മച്ചീൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു എനിക്ക്. അമ്മേൻ്റെ അമ്മയല്ല, അമ്മേൻ്റെ മൂത്ത ഇടത്തി. അവരെ കുറച്ച് സ്വഭാവമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരിങ്ങനെ അടങ്ങിയിരിക്കില്ല. അങ്ങനത്തെ സ്വഭാവം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നലുണ്ട്. എവിടേക്ക് അവരെ മക്കൾക്കൊന്നും കിട്ടിയിട്ടില്ല. അവരെ മക്കൾക്ക് ഇങ്ങനെ വായാടിയൊന്നുമല്ല. വലിയമ്മ ഭയങ്കര വായാടിയാണ്. മൂത്തേച്ചി വായാടിയല്ല, വഴിയെ പോകുന്ന എല്ലാവരെയും വിളിച്ചു മിണ്ടും. റോഡെ പോകുന്ന ആരെ കണ്ടാലും, ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്റ്റോറിയിൽ, വഴിയെ പോകുന്ന ആരെ കണ്ടാലും പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, ചോറും കൊടുത്ത്, വീട്ടിലുള്ള ഫുള്ളും കൊടുത്തങ്ങ് വിടുന്ന കൂട്ടത്തിലാണ് മൂത്തേച്ചി. ഞാൻ അങ്ങനെയല്ല, വഴിയെ പോകുന്ന എല്ലാവരെയും കണ്ടാൽ വിളിച്ചു മിണ്ടും. എന്താണെന്നറിയില്ല, എൻ്റെ വഴി ഇപ്പം ആരും പോകാറില്ല. എന്നെ പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല. വേറെ ഏതോ റൂട്ടിലൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടല്ലേ വഴി പോകുന്ന എല്ലാവരും പിടിച്ചേർത്തി ഞാൻ മിണ്ടും. അവർക്ക് എന്നെ അറിയില്ലെങ്കിൽ ഞാൻ ഇന്നടത്തിയാന്ന് പറയും, മനസ്സിലായോ? അപ്പം എനിക്ക് സമയമില്ലല്ലോ. പോയിട്ട് വരുമ്പോൾ 100,000 കാര്യങ്ങൾ. എങ്ങനെയും വീടത്തിൽ കുളിച്ച് ഫ്രഷായാൽ മതിയെന്നേ ഉള്ളൂ. മുടി ഇപ്പം ഇല്ലയെന്നൊക്കെ പറയും. മുടിയെല്ലാം ഉണ്ട്. പോയടനെ ഇവിടുന്ന് മുടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മുടി കാണൂലേ? ഫ്രണ്ടിൽ മുടി എന്നാലും കുറവാടാം. ഞാൻ എന്നാലും മസാജ് ചെയ്ത് ഞാൻ കാണിക്കും മുടി വന്നു എന്നുള്ളത്. ഫ്രണ്ടിലേ കുറവുള്ളൂ, ബാക്കിലൊക്കെ നല്ല മുടിയുണ്ട്. അത് ഞാൻ കെയർ ചെയ്യാൻ കേട്ടോ. നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മളെ മുടിയെല്ലാം പോകുന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം കേട്ടോ. ഞാൻ വയസ്സാകുമ്പോൾ എന്തായിരിക്കും എന്നാണ് എൻ്റെ സ്ഥിതി. ഞാൻ ഇഷ്ടം പോലെ വികൃതി ഒപ്പിക്കും, ഉറപ്പാണ്. വികൃതിയോട് വികൃതിയായിരിക്കും. ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം. ഒന്നല്ല, ഒരു 5 എണ്ണമെങ്കിലും കഴിക്കണം. 60 വയസ്സിലൊന്ന്, 70 വയസ്സിലൊന്ന്, 80 വയസ്സിലൊന്നിൽ, 90 വയസ്സിൽ, 100-ആം വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കും. എടാ, നിന്നെ എപ്പോഴാണ് കെട്ടേണ്ട പ്രദീപേ? അവ എന്നാലും കിട്ടാൻ പോണില്ല. അവൻ്റെ അച്ഛനും പെണ്ണ് കിട്ടിയിട്ടില്ല. എടാ, 9-ാം തീയതി ഷോ ഉണ്ട്, നീ വരുന്നാ? നമുക്ക് പോവാം നിൻ്റെ അച്ഛനെയും കൊണ്ട്. നിൻ്റെ അച്ഛന് നമുക്ക് ആരെങ്കിലും അവിടെ ലൈൻ സെറ്റാക്കി കൊടുക്കാം. എങ്ങനെയുണ്ട്? പോയാലവിടെ അച്ഛന് പോകുന്ന വയസ്സായ അമ്മച്ചിമാരൊക്കെ ഉണ്ടാവും റോഡിൽ, തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ. എല്ലാവരും ഫോൺ നമ്പർ വാങ്ങിക്കൊടുക്കും. കിളാൻ വീട്ടിൽ വന്നിരുന്ന് വിളിച്ച് തീർക്കട്ടെ. എപ്പടി ഇരിക്ക്. തമിഴാകുമ്പോൾ കിളവനൊന്നും മനസ്സിലാവേയില്ല. ഇവിടെ പ്രദീപ ഇതിന് മറുപടി തരണം കേട്ടോ എനിക്ക്. നിശാന്ത്, നിനക്ക് പിന്നെ ഷോക്കടി നിൻ്റെ കയ്യിൽ തന്നെ ഉള്ളൂ. ഷോക്കും സ്വിച്ച് ബോർഡും നിൻ്റെ കയ്യിൽ കേട്ടാ. അപ്പോൾ ഇപ്പോൾ വിചാരിക്കും പലരെയും പേര് പറയുന്നില്ലല്ലോ. പലരെയും പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട്. റോബിനിടല്ല, ഭയങ്കര സാധനം. എനിക്ക് ഞാൻ ഇതിന് പോകുമ്പോൾ എല്ലാം ലെങ്ത്ത് കൂടിയാണ്ട് ഇനി വരില്ല. ഞാൻ പോട്ടെ, പോയി വന്നിട്ട് റിപ്ലൈ പറയാം കേട്ടോ. ബൈ.